ഹായ് ഫാത്തിമ. ഹായ്. സോ ഇന്ത്യൻ ടോക്സിലെ തന്നെ ഒരുപാട് ഐക്കോണിക് കോച്ചസിൽ ഒരാളാണ് ഇപ്പോൾ ഫാത്തിമ മുഹമ്മദ്. അപ്പോൾ ഐ തിങ്ക് ഏകദേശം ഒരു 2.5 വർഷമായി കോച്ചായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കിയ ഒരുപാട് അച്ചീവ്മെന്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു 2.5 years കൊണ്ട് 8 lakh എന്ന് പറയുന്ന ക്ലബിൽ എത്തുന്നുള്ളത്. സോ ഹൗ ഡു യു ഫീൽ അബൌട്ട് ദാറ്റ്? ആക്ച്വലി ഈ ജേർണി ബിഗിൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്കൊരു 1000 rupees പോലും ഏൺ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പം ഇപ്പം ഈ ഒരു ലെവലിൽ നിൽക്കുമ്പം ബാക്കിലോട്ടേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ തന്നെ വണ്ടർ അടിച്ചു പോകുന്നൊരു നിമിഷം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ആണ് ഇപ്പം. ഓക്കെ, ഗുഡ്. സോ ഐ വാസ് തിങ്കിങ് GCTPയുടെ ടൈമിൽ ഒരു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫാദറിനെ ഹഗ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ ഐ ജസ്റ്റ് അസ്യൂം അതിന് മുന്നേ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സെക്യൂർഡ് അല്ലെങ്കിൽ എന്താ പറയുക ഒന്നും കൂടി ഒരു കേജ്ഡ് ആയിട്ടുള്ള ലൈഫ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഒരു കോച്ച് എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം ആളുകളൊക്കെ ആക്സെപ്റ്റൻസിലൊക്കെ വന്ന മാറ്റങ്ങൾ എന്തായിരുന്നു? ആക്ച്വലി കേജ്ഡ് ആണ്, പക്ഷെ നമ്മൾ കുറെ ജേർണി ബിഗിൻ ചെയ്ത് കുറച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ മനസ്സിലാക്കുന്ന കുറെ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് ഞാൻ മാറിയതോടുകൂടി എൻ്റെ ചുറ്റിലുള്ള ആൾക്കാരൊക്കെ മാറുന്നത് കാണാൻ പറ്റി. പക്ഷെ അതാണ് ഞാൻ ആദ്യം ബിലീവ് ചെയ്തത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ ട്രാൻസ്ഫോം ആവുന്നതോട് കൂടിയാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ചുറ്റിലുള്ള അവർ എക്സ്പാൻഡ് ചെയ്ത ഒരു വേൾഡ് ഉണ്ടല്ലോ, അത് ഞാൻ കാണാതെ പോയത് കൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഞാൻ ഒരു കേജിനുള്ളിലാണ്, എനിക്ക് ഇത്രേ പറ്റുള്ളൂ, ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷെ കുറച്ച് ജേർണി ബിഗിൻ ചെയ്ത് കുറച്ച് ഒരു മിഡിലൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഈ ഒരു മൊമെന്റിലൊക്കെ എത്തിയപ്പം ഐ എം തിങ്കിങ് ദാറ്റ് എന്റെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമായിരുന്നു. നമ്മളാണ് ലിമിറ്റ് ചെയ്യുന്നത്, എനിക്കത് പറ്റൂല ഇത് പറ്റൂല എന്നൊക്കെ ഉള്ള ഒരു ജേണി. അപ്പൊ ആ ഒരു സമയത്തൊക്കെ ഈ ഒരു ട്രെയിനിങ് ഫീൽഡിലേക്കൊക്കെ വന്ന് ഇപ്പൊ ഇവിടെ നിൽക്കുന്ന സമയത്ത് ശരിക്കും അന്നത്തെ ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ടുള്ള ഒരു ജേർണിയിലാണ് ഇപ്പോഴും ഞാൻ പോകുന്നതെങ്കിൽ ഒരിക്കലും ഞാൻ വളരെ കേജ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫിൽ ജീവിക്കുന്ന ഒരാളായിരിക്കും. ഒരിക്കലും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇങ്ങനെയൊക്കെ പറ്റുമെന്നുള്ളത്. അപ്പം അതാ ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ വണ്ടേർഡ് ആണെന്നുള്ളൊരു ഇത്. പക്ഷെ ആദ്യം എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റാതിരുന്നതും മെഡിറ്റേഷൻ ആയിരുന്നു. ഒരിക്കലും കോൺസെൻട്രേഷൻ കിട്ടൂല, എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റൂല എന്ന് തന്നെ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. വി ഹാവ് എ പേർപ്പസ്, നമുക്കൊരു പേർപ്പസ് ഉണ്ട് എന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ തന്നെ അതിനുള്ള വഴികൾ കണ്ടെത്തും. മെഡിറ്റേഷൻ ആണ് എന്റെ റൈറ്റ് ഒരു പാഷനേറ്റഡ് ഏരിയ എന്ന് എങ്ങനെ തിരിച്ചറിഞ്ഞു? ഇങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുടെ ആദ്യം അവരുടെ മൈൻഡിലാണ് ആ ലിമിറ്റേഷൻ ഉള്ളത്. എനിക്കത് പറ്റൂല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്കത് പറ്റൂല, ഞാനിപ്പം ഈ ഒരു അവസ്ഥയിലുള്ള ഒരാളല്ലേ.